ഓക്കെ ഗൈസ്, സോ ബേസിക്കലി ഞാനൊരു പ്രോ ഡൈവറാണ്. ഇതൊരു ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡൈപ്ലിക്കേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ മറ്റേ പുതിയ വീഡിയോ ആണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ ആണ് ടാസ്കി ലൈഫ് സിമുലേറ്റർ. ഗൈസ് സത്യം പറയല ഇത് ഇങ്ങനെയല്ല കളിക്കണ്ടേ. ഓക്കെ, ഞാൻ കളിക്കുന്ന പോലെയല്ല ഇത് കളിക്കണ്ടേ. സംഭവം ഒരു കിടിലൻ ഗെയിമാണ്. അതായത് റിയൽ ലൈഫ് ടാക്സി നമുക്ക് സുഖമായി ഓടിക്കുക. അതായത് ഹൈ ഗ്രാഫിക്സ് കിടിലൻ ഗെയിമാണ്. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ് നമ്മൾ പേര് കൊടുക്കുക ബ്ലോപ്പൻ. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇയാളെടുക്കാം. നെക്സ്റ്റ് പേര് കൊടുക്കണം. സോ ഗൈസ് ഇത് ചുമ്മാ പ്രൊഫൈൽ കസ്റ്റമൈസേഷൻ ആയിരുന്നു, അത് കുറേ കഴിഞ്ഞു. ഓക്കെ, സോ കമ്പനി നെയിം ടാസ്ക് എന്നൊക്കെ. ഗൈസ് ഇത് അനങ്ങുന്നില്ല. ഹലോ മിസ്റ്റർ മുത്തേ. ഓക്കെ, സോ ഞാൻ വിചാരിച്ച് പുക വന്ന് സാധനം ഹാങ്ങായി. ഓക്കെ ഗൈസ്, സൂപ്പർ റെഡിയായി. സോ നമ്മൾ പുതിയ ടാസ്കി ഡ്രൈവറായി ഏറ്റെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, അങ്ങനെ ബാർസലോണ തെരുവിലൂടെ നമ്മൾ ചന്നമ്പൻ്റെ വണ്ടി ഓടിക്കാൻ പോവാണ്. ഗൈസ് ഇപ്പോൾ പോയ സംഭവം എന്ന് പറയുന്ന ആ ഒരു കവാടം കുറച്ച് വിജ്ഞാനമാവാം. അത് നമ്മുടെ ബാർസലോണയിലൊരു വലിയ മോണുമെൻ്റാണ്, ഫേമസ് സ്ഥലമാണ്. അത് 1988 എന്തോ പരിപാടിക്ക് വേണ്ടി കെട്ടിയതാണ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ പുതിയ ഒരു ലൈഫ്, പുതിയ ടാസ്കി ഡ്രൈവർ, പുതിയ കാർ, പുതിയ വണ്ടി. ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട്. അത് കുറച്ച് നേരം പറഞ്ഞാലേ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് എൻ്റെ മോനെ അവിടുത്തെ 800 ഉണ്ടോ കിടണ എണ്ണത്. ഓക്കെ, അങ്ങനെ നമ്മൾ കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ മോനെ ഇത് എന്തോരു ഗ്രാഫിക്സാ, ഒബ്ബാര ഗ്രാഫിക്സ്, കിടില സാധനം. ഓക്കെ, നമുക്ക് കാര്യമായിട്ട് കൺട്രോൾസ് ഒന്നും കാണുന്നില്ലല്ലോ. വണ്ടി സ്റ്റിയറിങ് തിരിയുന്നുണ്ട്, വണ്ടി ഷാട്ടാവണില്ല. ഗൈസ് ഒരു സില്ലി പ്രോബ്ലം, എഞ്ചിൻ ഓണാക്കാൻ മറന്നുപോയി. ഓക്കെ, സോ എഞ്ചിൻ ഓണായി. ഇപ്പം നമുക്ക് സാധനം വരും. എവിടെ ഐറ്റം എവിടെ? ഐറ്റം എവിടെ? ഐറ്റം വന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വെരി സിള്ളി. ഇതാ വണ്ടി പോവാ, പാർക്ക് ചെയ്യാ. ഇത് വെരി സിള്ളി. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞ ഗൈസ് നമുക്ക് ഇനി ഷോ കാണിക്കാം. ഓ ഗൈസ്, എൻ്റെ ഡ്രൈവിംഗ് കണ്ട് അപ്പം തന്നെ പുള്ളി പറഞ്ഞു മോനെ ലൈസൻസ് എടുത്ത് വിട്ടോന്ന്. ഗൈസ് സോ അങ്ങനെ നമ്മൾ ആദ്യമായി പുതിയൊരു സുദിനത്തിലേക്ക് നമ്മൾ പുതിയൊരു ഡ്രൈവറായി കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ അവസരത്തിൽ ഞാൻ പറയട്ടെ, എല്ലാവരും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ആദ്യത്തെ പുതിയ തുടക്കത്തിലേക്കാണ് സുഹൃത്തുക്കളെ. നമുക്ക് ആദ്യമായിട്ട് എന്തെന്ന് വെച്ചാൽ ആളെ പിടിക്കണം. ഇവിടെ ചങ്ങായി നിൽപ്പുണ്ട് കണ്ടോ, മാപ്പിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് അവിടെ ആൾ നിൽക്കുന്ന കാണാം. പുള്ളിനെ പോയി ജസ്റ്റ് പിക്ക് ചെയ്യുക, ഇഷ്ടമുള്ള അടുത്ത് കൊണ്ടുവിടുക. ദാറ്റ്സ് ഓൾ. കയ്യുമ്മ കായി, ഉച്ചയ്ക്ക് ബിരിയാണി. ഓക്കെ, ജസ്റ്റ് നമുക്ക് നേതാ സിമ്പിൾ. ഇത് വെരി സില്ലി ലെവൽ. കയറുക, ജസ്റ്റ് ഒന്ന് ഇതാക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നേരെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് പോയി. ഗായ്സ് ഇത് വിചാരിക്കണ എളുപ്പമല്ലട്ടാ. ഇത് വലത്തോട്ട് ഇരിക്കുമ്പോൾ എടുത്തോട്ട് ഇരിക്കുമ്പോൾ കണ്ടോ എൻ്റെ മോനെ, എങ്ങനെയൊക്കെയാണ് ഇത് ഒടിച്ചെടുക്കണമെന്ന് അറിയോ. പിന്നെ ഇൻഡിക്കേറ്റർ ഇട്ടാണ് തിരിയാൻ. റെഡ് സിഗ്നൽ കണ്ട, റെഡ് സിഗ്നൽ പ്രശ്നമായി. റെഡ് സിഗ്നൽ പോയിട്ട് റോഡ് വരെയാൻ മര്യാദയ്ക്ക് കാണുന്നില്ല ഇതിനകത്ത്. എൻ്റെ പൊന്ന്. ഓക്കെ, സോ കഴിച്ചലായി. ഓരോ വെട്ടിക്കലും കഷ്ടപ്പെട്ടാണ് ഞാൻ വെട്ടിച്ചുകൊണ്ടിരിക്കണേ. സംഭവം നൂൽപ്പാലാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ സംഭവം തവിട് പൊടിയാവും വണ്ടി. ഓക്കെ, ശിവനേ. ഓക്കെ ഗായ്സ്, സോ പുള്ളി അവിടെ കാത്തു നിൽപ്പുണ്ട്. എൻ്റെ മോനെ ഫസ്റ്റ് കസ്റ്റമർ ഒരു മൊഞ്ചത്തിയാണെന്ന് തോന്നുന്നു. ഗൈസ് ടാക്സി ലാബായി. മൊഞ്ചത്തിയാണ് കയറാൻ പോണേ. മൊഞ്ചത്തി കയറു മോളെ, ചേട്ടൻ കൊണ്ടാക്കി തരാ. മൊഞ്ചത്തി കേറി. എടാ ഞാൻ ശരിക്കും മൊഞ്ചത്തി എന്നാ വിചാരിച്ചേ. ഇത് ഏതോ ചാത്തര അപ്പാപ്പൻ. എൻ്റെ മോൻ, ഞാൻ എത്തിച്ചേരാ കറക്റ്റ്. എനിക്ക് എങ്ങോട്ടാണോ പോകേണ്ടത്? എന്നിട്ട് അയാൾക്ക് 5 മിനിറ്റ് ചാറ് വിടുക വണ്ടി കയറാന്. ചൊപ്പി ചെങ്ങായി കംപ്ലീറ്റ് മൂഡ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഇയാളെ എത്തിക്കുക. കഷ്ടപ്പെട്ട് എങ്ങനെയോ എത്തിച്ചതിന് ഇവിടെ വണ്ടി. ഓക്കെ ഗൈസ്, ഇനി ഇയാളെ കറക്റ്റ്. അപ്പാ നമുക്ക് പോവാ. സ്വർഗം വേണം, നരകം വേണം. ഓക്കെ, സോ അങ്ങനെ പറത്തിയിട്ട് കേടോ. എന്താപ്പാ സ്പീഡ് പേടിയുണ്ടോ? ഓക്കെ, സോ പുള്ളീനെങ്കിൽ നമുക്ക് കറക്റ്റ് സേഫായിട്ട് എത്തിക്കാട്ടെ പുള്ളീനെ. ഓക്കെ, എൻ്റെ മോനെ വഴി മാറി. ഓക്കെ, പുള്ളീനെങ്കിൽ നമുക്ക് സേഫായിട്ട് എത്തിക്കാം ഗൈസ്. ഒരു പ്രശ്നമില്ലാതെ എവിടെ ഇടിക്കുക, തട്ടാതെ മുട്ടാതെ ഇടിക്കാം. മാറ്. എൻ്റെ മോനെ അയാളെ നെഞ്ചത്ത് കയറി വണ്ടി.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സൽമാൻ ഖാൻ കളിച്ചുകൊണ്ട് നമ്മൾ മൂപ്പരെ പുള്ളീനെ വീണ്ടും പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ആള് മാറിയോ? എടാ ഇറക്കി കൊടുത്തപ്പോൾ ആള് മാറിയടാ. ഇതെന്ത് പരിപാടിയോ? എടാ ഇതെന്താ പരിപാടി? ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്യാസ് നിറയ്ക്കാൻ കയറി. എൻ്റെ മോനെ പെട്രോൾ പമ്പൊക്കെ അടിച്ച് പൊളിച്ചിട്ടാണ് എന്നിട്ടാണ് നമ്മൾ ഇത് ഇറക്കാൻ കയറണേ, പെട്രോൾ ഇറക്കാൻ കയറണേ. അടിച്ച് തിമിർത്താഞ്ഞ്. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്? സംഭവം എന്താ വെച്ചാൽ കാർ ഒതുങ്ങാൻ നമ്മൾ കുറച്ച് പണിയുണ്ട് എന്നാണ് എനിക്ക് തോന്നണേ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ കുഴപ്പം. ഞാൻ പ്രോ ഡ്രൈവറാണല്ലോ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഗ്യാസ് ഇതിപ്പോൾ സംഭവം എന്താണ് മച്ചാനെ? ഓക്കെ ഓക്കെ, എൻ്റെ അമ്മ എന്തൊക്കെ പിടിച്ച് നിൽക്കപ്പോൾ എന്തായാലും ഗ്യാസ് നിറയുന്നുണ്ട്. കൂടട്ടെ, ഗ്യാസ് കയറട്ടെ, പെട്രോൾ കയറട്ടെ. കയറട്ടെ. എന്താ കയറാത്ത? എന്താ ഓക്കെ, സോ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ പെട്രോൾ അടിച്ച് ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടികളും ഇവിടെ ഉണ്ട്. ആദ്യം വണ്ടി കിടക്കണം, വണ്ടി ഇടിച്ച് പാപ്പരായി. അപ്പോൾ ആദ്യം നമ്മൾ ഗ്യാരേജിൽ പോകണം. ജസ്റ്റ് വണ്ടി ഗ്യാരേജിലോട്ട് എടുക്കുന്നു, വണ്ടി റിപ്പയർ ചെയ്യുന്നു. അപ്പോട്ടെ റൈറ്റ്. ഓക്കെ. എൻ്റെ മോനെ, ഗ്യാരേജിൽ പോകുന്നതന്നെ കണ്ട ആ ഇടിച്ച ഫീൽ എനിക്ക് ഇവിടെ കിട്ടിയിട്ടോ. അതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതാ സീബ്ര ക്രോസിങ് കണ്ടോ വൈസ്. ആ ഒരു ഫീൽ നിങ്ങൾക്കും കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സാധനം ഇങ്ങനെ ഫസ്റ്റ് വേഴ്സണിൽ ഇട്ടേക്കണേ. ഓക്കെ, കണ്ടോ? വാവ്, സോ ക്ലോസ്. ഓക്കെ, ജസ്റ്റ് കയറുന്നു. എൻ്റെ മോനെ, ഒരു സീബ്ര ക്രോസിംഗ് ഉണ്ട് വിചാരിച്ചു ഇവന്മാർ തെക്കുമ്പോഴൊക്കെ അതിൽ കൂടെ ഫുൾ ടൈം നടക്കുകയാണല്ലോ. ഓക്കെ, അങ്ങനെ എന്നാലും ജസ്റ്റ് മിസ്സട്ടോ. പുള്ളി ഇപ്പം ചുമരി കയറി. ഓക്കെ, ഒരു സ്കൂട്ടി തട്ടിയിട്ട് സംഭവം ഇനിയിപ്പോൾ ഈ ഏരിയയിൽ വണ്ടി തട്ടാൻ ഒന്നും ബാക്കിയില്ല. ഓക്കെ ഓക്കെ, എടുത്തോണ്ട് പോടോ. ഇവിടെ മനുഷ്യനിവിടെ ഇങ്ങനെയൊക്കെ ഓടിച്ചുകൊണ്ട് വരിക. വേറെ വല്ല വണ്ടിയാണ് ഒരു കാച്ചായിരുന്നു. ഇതിപ്പോൾ കാറായിപ്പോയി. എടാ പോടാ, എടുത്തോണ്ട് പോടാ. ഓക്കെ, പെർഫെക്റ്റ് ഐറ്റം. അങ്ങനെ നമ്മളവിടെ വീടിന് മുറ്റത്തെത്തി. റോഡ് ബ്ലോക്കാക്കല്ല മുത്തേ, കഷ്ടപ്പെട്ട് ഓടിക്കുന്നേ. കിടന്ന് തിരിച്ചിട്ടൊക്കെ അത് ഓടിയുന്നത് പണ്ടത്തെ ജീപ്പ് മാതിരി. യെസ്, അങ്ങനെ നമ്മൾ ഗ്യാരേജിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ വിജയം. സോ അങ്ങനെ നമ്മൾ ഗ്യാരേജിൽ കയറി ഫുള്ള് റിപ്പയർ. പൈസ നോക്കിയില്ല, മൊത്തം കൊടുത്ത് നമ്മൾ റിപ്പയർ ചെയ്ത്. ഇനി പുതുപുത്തൻ ജീവിതം. ഒരു പ്രശ്നമില്ല, വണ്ടി ഇടിക്കുക തട്ടാ നമ്മൾ സുന്ദരമായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ പുതിയൊരു ജീവിതം. ഇത് എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ അവസ്ഥ. എൻ്റെ പഠിച്ചത്. ഓക്കെ, അങ്ങനെ നമ്മൾ പുതിയ പുള്ളിയിലെ പിക്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇതൊരു ഒന്നൊന്നര കളിയാണ്. ഓക്കെ, പുള്ളി ഇത് എവിടെയാണ്? എൻ്റെ പൊന്നുമണിയെ കുറച്ച് അടുത്ത് നിന്നൂടെ? 5-10 കിലോമീറ്റർ നിന്ന് ടാസ്ക് വിളിക്കുക അവനൊക്കെ. ഭ്രാന്ത ചെങ്ങായിമാർ. ഓക്കെ, ഇനിയിപ്പോൾ അവനെ കൂട്ടാൻ പോകണോ? ഇല്ലെങ്കിൽ എങ്ങനെ വരൂല. അയ്യോ. ഓക്കെ, സോ ഇനി ഇടിയില്ല, നോ ഇടി. ഓക്കെ, കറക്റ്റ്. എൻ്റെ പൊന്നെ. സുഖനെ വളരെ കാലത്തിന് ശേഷം നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് പുതിയൊരു ആളാണ് എനിക്ക് കയറാൻ പോകുന്നത്. ഓക്കെ, എടാ ഇയാളെ നേരത്തെ ഞാൻ പറഞ്ഞു വിട്ടതല്ലേ? അപ്പാപ്പൻ ചെങ്ങായി ഇയാൾ വീണ്ടും വന്ന്. ഷെട്ടു, എൻ്റെ ദേവിയേ. ഓക്കെ, തട്ടി. തട്ടിയില്ല. എടാ നോക്കിപ്പോടാ, ഇവനൊക്കെ റോട്ടിൽ കൂടെ തന്നെയല്ലേ വണ്ടി ഓടിക്കുന്നത്? എന്ത് സീനാ നോക്കണേ. ഓക്കെ, യെസ്. അപ്പോൾ നേരെ നമ്മൾ പോകുന്നു, ഇയാളെ പാർക്ക് ചെയ്യുന്നു. സംഭവം അപ്പാപ്പ നേരത്തെ ഉള്ള പോലെയല്ല, ഇത് നമ്മൾ സെറ്റാക്കി നമ്മൾ പാർക്ക് ചെയ്ത് തരും. പണ്ടത്തെ പോലെയല്ല, ഡ്രൈവർ നമ്മൾ സ്കില്ല് കൂടിയിട്ടുണ്ട്. അപ്പാപ്പ ഡോണ്ട് ബെറി. ഓക്കെ, ജസ്റ്റ് സ്പീഡ് ബമ്പൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. വളരെ സുരക്ഷിതമായിട്ട്, ഓക്കെ, വളരെ സുരക്ഷിതമായിട്ട് നിങ്ങളെ നമ്മൾ എത്തിക്കുന്നതാണ്. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, കണ്ണടച്ചിരുന്നോളൂ. ഇപ്പം തന്നെ കണ്ണടച്ച് പടവേനെ. ഓക്കെ, സോ നമ്മൾ കത്തി കയറി പോകണേട്ടോ. 101 അമ്പടാ. ഇപ്പം ഞാൻ ഇടിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്, പക്ഷെ മാക്സിമം നമുക്ക് ശ്രമിച്ചു നോക്കാം. കത്തി കയറി 106. മാസ്മരി കിട്ടിയിട്ട് അടിച്ചേ. ഇങ്ങനെ അടിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. എൻ്റെ അപ്പാപ്പ സേഫല്ലേ? അപ്പാപ്പ പോയി. എടാ ഇനി അയാൾ പടായോ? പുക പോയിട്ടാണോ മിണ്ടാതിരിക്കുന്നേ മച്ചാനെ? സോ ഗൈസ്, പുള്ളി ഇപ്പോഴും നമ്മളിവിടെ സ്റ്റേ ഹോം സ്റ്റേ സേഫാണ്. എൻ്റെ മോനെ, അമ്പടാ ഇടി പോയി ഇമ്പാക്റ്റ് ഉണ്ടോ?
കൈസ് ആ മറ്റേ കാർ ഓട്ടോടെ പോലെയായി. എൻ്റെ മോനെ, നമ്മളെ വണ്ടി നരി ഇപ്പോഴും സ്റ്റിൽ റണ്ണിങ്. എന്തോ പ്രശ്നം പറ്റി, എന്താ സ്പീഡിങ് ടിക്കറ്റ്. ഓ ആ സ്കൂട്ടറും പോയി. എൻ്റെ അമ്മോ, ഇത്ര നേരമായിട്ട് ഇപ്പോഴാണ് സംഭവം ഒന്ന് ടാസ്ക് ഫെയിലാവുന്നത്. ഇവിടെ ആള് ബാക്കിയായത് തന്നെ മഹാഭാഗ്യം. ഓക്കെ ബെസ്റ്റ്. ഓക്കെ കണ്ട ഗൈസ്, നമ്മളെ വണ്ടി തവിട് പൊടിയായി. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം നമ്മുടെ ഈ എപ്പിസോഡ്.